വെൽക്കം ബാക്ക്. ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഞാൻ ഒരുപാട് നാളായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വീഡിയോ ആണ്. ഒരു വീഡിയോ അല്ല, ഒരു സീരീസ് ഓഫ് വീഡിയോസ് ആണ്. ഞാനൊരു പെയിൻറ്റിങ് ക്ലാസ് പോലെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് പെയിൻറ്റിങ് പഠിപ്പിക്കൂ എന്നുള്ളത്. പല കാരണങ്ങൾ കൊണ്ടും എനിക്കതിന് ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. വാട്ടർ കളേഴ്സിൻ്റെ ബേസിക്സ് മുതൽ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് കുട്ടികളായാലും മുതിർന്നവരാണെങ്കിലും പെയിൻറ്റിങ് പഠിച്ചു തുടങ്ങുന്ന എല്ലാവരും ബിഗിനേഴ്സാണ്. അപ്പോൾ പെയിൻറ്റിങ്ങിൽ താല്പര്യമുള്ള എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസാണ് ഞാൻ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് പെയിൻറ്റ് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി, റീസണബിൾ പ്രൈസിൽ അവൈലബിൾ ആയിട്ടുള്ളത് ക്യാമലിൻ്റെ ആർട്ടിസ്റ്റ് ക്വാളിറ്റിയാണ്. സ്റ്റുഡൻസ് ഗ്രേഡ് വാങ്ങിക്കാതിരിക്കുക. എത്ര ബിഗിനറാണെങ്കിലും നമ്മൾ സീരിയസ് ആയിട്ട് പെയിൻറ്റിങ്ങിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആർട്ടിസ്റ്റ് ക്വാളിറ്റി പെയിൻറ്റ് തന്നെ വാങ്ങിക്കുക. അത് എത്ര കുട്ടിയാണെങ്കിലും ശരി, ആർട്ടിസ്റ്റ് ക്വാളിറ്റി വാട്ടർ കളർ തന്നെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. കാരണം നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസ് ക്വാളിറ്റി വാട്ടർ കളേഴ്സും ഉണ്ട്. നമുക്ക് ടെക്നിക്സും ഒന്നും ശരിയായ രീതിയിൽ പഠിക്കാനായിട്ട് കഴിയില്ല. നമ്മളത് ഫെഡപ്പായി പോവും, മടുത്തു പോവും. സോ ആർട്ടിസ്റ്റ് ക്വാളിറ്റി തന്നെ വാങ്ങിക്കാം. ഇപ്പോൾ നേരത്തെ കാണിച്ച പോലെയുള്ള ട്യൂബ്സ് ആയാലും ഇതുപോലുള്ള കേക്ക്സ് ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ട്യൂബ്സ് ആകുമ്പം പെയിൻ്റ് എല്ലാം നല്ല ഫ്രഷ് ആയിട്ട് ഇരുന്നോളും. ട്യൂബ്സിൽ കേക്ക്സ് ആകുമ്പം ഇതുപോലെ കണ്ടാമിനേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടി വരുന്നേ ഉള്ളൂ. പിന്നെ പെയിൻറ്റും കേക്കിനേക്കാളും ബെറ്റർ ട്യൂബ്സ് തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാലും ബിഗിനർ എന്ന രീതിയിൽ കേക്ക്സ് ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നെക്സ്റ്റ് വേണ്ടത് ബ്രഷസ് ആണ്. ഈ ഒരു സെറ്റ് ഓഫ് ബ്രഷ് ബിഗിനർക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇതിൽ ഒരുവിധം എല്ലാ ടൈപ്സ് ഓഫ് ബ്രഷസും ഉണ്ട്. ഒരു ബിഗിനർക്ക് ആവശ്യമുള്ള എല്ലാ ബ്രഷസും ഇതിലുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഒരു സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. നല്ലൊരു റൗണ്ട് ബ്രഷിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അതൊന്ന് വെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടിപ്പ് ഇതുപോലെ നല്ല ഷാർപ്പായിട്ടിരിക്കും, നല്ല പോയിൻ്റ് ടിപ്പായിട്ടിരിക്കും. അപ്പോൾ ഈ ഒരു സെറ്റ് എനിക്ക് നല്ലതായിട്ട് തോന്നി. പിന്നെ അടുത്തതായിട്ട് ഓഫ് കോഴ്സ് ഒരു പാലറ്റ് വേണം പെയിൻറ്റ് മിക്സ് ചെയ്യാനായിട്ട്. അത് പല ടൈപ്സ് ഓഫ് പാലറ്റ്സ് കിട്ടും, ഏതായാലും മതി. പിന്നെ 2 ജാറ് വെള്ളം വേണം. ഒരെണ്ണം ബ്രഷ് കഴുകാനും അടുത്ത ഒരെണ്ണം നമുക്ക് പെയിൻറ്റ് എടുക്കാനായിട്ടും. പെയിൻറ്റ് നല്ല ഫ്രഷ് പെയിൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ 2 ജാർസ് ഓഫ് വാട്ടർ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അടുത്തതായിട്ടൊരു കോട്ടൺ ക്ലോത്ത് വേണം. പഴയൊരു കോട്ടൺ ക്ലോത്ത് മതി. പിന്നെ ഒരു ടിഷ്യൂ പേപ്പർ വേണം. ഇത് രണ്ടും ബ്രഷ് ക്ലീൻ ചെയ്യാനും അതിൻ്റെ വാട്ടർ കൺട്രോളിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ വേണ്ടത് നമുക്ക് പേപ്പർ സ്റ്റിക്ക് ചെയ്യാനായിട്ട്, ടേപ്പ് ചെയ്ത് വെക്കാനായിട്ട് ഒരു ടേപ്പ് വേണം. അടുത്തത് പേപ്പറാണ്. ഇത് ഹാൻഡ് മെയ്ഡ് പേപ്പറാണ്. ഹാൻഡ് മെയ്ഡ് പേപ്പറിലാണ് നമ്മൾ വാട്ടർ കളർ ചെയ്യുന്നത്. സാധാരണ പേപ്പറിൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ വാട്ടർ കളർ പേപ്പേഴ്സായിട്ട് തന്നെ വാങ്ങിക്കാൻ കിട്ടും. ആർട്ടിസ്റ്റ് ക്വാളിറ്റി വാട്ടർ കളർ പേപ്പർ തന്നെ വാങ്ങിക്കുക. സ്റ്റുഡൻസ് ഗ്രേഡ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെക്നിക്സ് എല്ലാം ചെയ്യുമ്പം നമുക്ക് അത്രയും ഒരു ഫിനിഷിങ്ങും തൃപ്തിയും കിട്ടണമെന്നില്ല. ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു, ചെയ്ത് പഠിക്കുന്നവർക്ക് ഏറ്റവും നല്ലത് ഹാൻഡ് മെയ്ഡ് പേപ്പേഴ്സ് തന്നെയാണ്. ഇത് ബ്രിസ്റ്റോയുടെ ആർട്ടിസ്റ്റ് ക്വാളിറ്റി വാട്ടർ കളർ പേപ്പേഴ്സാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പം ഓൺലൈനിലാണ് ഇത് വാങ്ങിക്കാൻ കിട്ടുന്നത്. റീസണബിൾ പ്രൈസേ ഉള്ളൂ, വലിയ വിലയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇത് ബെസ്റ്റായിരിക്കും. ഈ ഹാൻഡ് മെയ്ഡ് പേപ്പർ കഴിഞ്ഞാൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പേപ്പറാണിത്. അപ്പോൾ ഇത്രയാണ് ഒരു ബിഗിനർക്ക് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ. ഇനി ഒരുപാട് സാധനങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ഇനി നമുക്കിതിൽ ബേസിക് ആയിട്ടുള്ള ടെക്നിക്സ് പഠിക്കാം. ചെറുതായിട്ടൊന്ന് ചെരിച്ചിട്ട് വേണം പേപ്പർ വെക്കാനായിട്ട്. ആദ്യം തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാഷസ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ആവശ്യമുള്ളത്ര ഏരിയയിലേക്കുള്ള പെയിൻറ്റ് നമ്മൾ വെള്ളമായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. ഇനി ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് ഫ്ലാറ്റ് വാഷാണ്. അതിനുവേണ്ടി ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ച
പെയിൻറ്റിൽ ബ്രഷ് ഒന്ന് ഡിപ്പ് ചെയ്യുക. ദെൻ പേപ്പറിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പെയിൻറ്റ് അപ്ലൈ ചെയ്യുക. സെയിം പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുക. ഇടയ്ക്ക് ബ്രഷ് വെള്ളത്തിൽ ഡിപ്പ് ചെയ്യരുത്, പെയിൻറ്റിൽ മാത്രമേ ഡിപ്പ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ പെയിൻറ്റിങ് കഴിഞ്ഞ ഭാഗത്ത് വീണ്ടും ബ്രഷ് ടച്ച് ചെയ്തേക്കരുത്. അത് കഴിയുമ്പം ഇതുപോലെ സോളിഡ് കളറിൻ്റെ ഒരു ഫ്ലാറ്റ് വാഷ് കിട്ടും. അപ്പോൾ നമ്മുടെ ഫ്ലാറ്റ് വാഷ് ടെക്നിക്ക് കഴിഞ്ഞു. അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് ഗ്രേഡഡ് വാഷാണ്. അതിന് വേണ്ടി ആദ്യം തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ കളറിൽ ബ്രഷ് ഡിപ്പ് ചെയ്തിട്ട് ഒരു വാഷ് കൊടുക്കാം. അതിനുശേഷം നമ്മൾ പിന്നെ ബ്രഷ് ഡിപ്പ് ചെയ്യുന്നത് കളറിലല്ല, വെള്ളത്തിലാണ്. ദെൻ നേരത്തെ ചെയ്ത പോലെ തന്നെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ വാഷ് ചെയ്യുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. കളറിൽ പിന്നെ നമ്മൾ ബ്രഷ് ഡിപ്പ് ചെയ്യുന്നേ ഇല്ല. ഈ വെള്ളം വെച്ചിട്ടാണ് നമ്മൾ വാഷ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പം താഴോട്ട് വരുമ്പം കളറ് കുറഞ്ഞു വരും, കളറിൻ്റെ ടോണ് കുറഞ്ഞു വരും. അതാണ് ഗ്രേഡഡ് വാഷ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് വെരിഗേറ്റഡ് വാഷാണ്. 2 കളേഴ്സിനെ ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നൊരു ടെക്നിക്കാണിത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കളർ കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്, ഒരു റെഡ് കളറും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ആദ്യം ചെയ്തതുപോലെ തന്നെ ഫ്ലാറ്റ് വാഷിന് ചെയ്തതുപോലെ തന്നെ കളർ വെച്ചിട്ട് ഒരു വാഷ് കൊടുക്കാം. അതിന് തൊട്ട് താഴെ അടുത്ത കളർ വെച്ചിട്ടാണ് നമ്മൾ വാഷ് ചെയ്യുന്നത്. ആ സെക്കൻഡ് കളർ അപ്ലൈ ചെയ്യുന്ന ആ ഭാഗത്ത് 2 കളറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള കളറാണ് വരിക. പിന്നെ അതിന് ശേഷമുള്ള എല്ലാ വാഷിലും നമ്മൾ ബ്രഷിൽ ലോഡ് ചെയ്യുന്നത് സെക്കൻഡ് കളറാണ്, അതായത് റെഡ് മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ ഏറ്റവും താഴെ എത്തുമ്പോഴേക്കും പ്യൂർ റെഡായിട്ട് വരും. അപ്പോൾ ഇതാ ഈ ഒരു ഏരിയ നമ്മൾ ഫുള്ളാക്കിയിട്ടുണ്ട്. വെരിഗേറ്റഡ് വാഷിൻ്റെ ഒരു പ്രത്യേകത ഈ 2 കളേഴ്സ് തമ്മിലുള്ളൊരു സ്മൂത്ത് ബ്ലെൻഡിങ് ആണ്. ഇപ്പോൾ ഈ താഴെയുള്ള 2 എണ്ണത്തിൽ ആ ഒരു ബ്ലെൻഡിങ് ശരിയായി വന്നിട്ടില്ല. കാരണം ഒരു കളർ മിക്സ് ചെയ്തതിൽ വാട്ടർ കണ്ടൻറ്റ് കൂടിപ്പോയതുകൊണ്ടാണ് അങ്ങനെ ബ്ലെൻഡ് ആവാതെ വന്നത്. ഇപ്പോൾ കളേഴ്സ് മിക്സ് ചെയ്യുമ്പോൾ രണ്ടും ഒരേ കൺസിസ്റ്റൻസിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അടുത്ത ടെക്നിക്ക് വെറ്റ് ഇൻ ടു വെറ്റാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭാഗം നന്നായിട്ടൊന്ന് ക്ലീൻ വാട്ടർ കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ അതിലേക്ക് നമ്മുടെ പെയിൻറ്റ് ജസ്റ്റ് ഡ്രോപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എത്ര കളേഴ്സ് വേണമെങ്കിലും നമുക്കിങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാം. അത് ആ പേപ്പറിൽ വെച്ച് തന്നെ പരസ്പരം ബ്ലെൻഡായി മിക്സായി നല്ലൊരു ടെക്സ്ചർ തരും. അടുത്ത ടെക്നിക്ക് ലിഫ്റ്റിംഗ് ആണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു വാഷ് ചെയ്യാം. ഫ്ലാറ്റ് വാഷോ വെരിഗേറ്റഡ് വാഷോ ഏത് വാഷ് വേണമെങ്കിലും ചെയ്യാം. ദെൻ ആ വെറ്റായിരിക്കുന്ന സമയത്ത് തന്നെ ഒരു ടിഷ്യൂ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി, അവിടുന്ന് ആ പെയിൻറ്റ് ലിഫ്റ്റ് ആയിക്കോളും. അതാണ് ലിഫ്റ്റിംഗ്. ഇത് നമ്മൾ ക്ലൗഡ്സൊക്കെ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നൊരു ടെക്നിക്കാണ്. പിന്നെ അടുത്തൊരു ലിഫ്റ്റിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത് ഈ വാഷ് നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ
ഒരു വെറ്റ് ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്തെ പെയിൻറ്റ് അങ്ങ് ഇളകിപ്പോവും. പിന്നെ നമുക്കൊരു ടിഷ്യൂ വെച്ചിട്ടൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് പോയിക്കോളും. ഇതും ഒരു ലിഫ്റ്റിംഗ് ടെക്നിക്കാണ്. അപ്പോൾ 5 ടെക്നിക്സാണ് നമ്മളിന്ന് പ്രാക്ടീസ് ചെയ്തത്. ഇനിയും ഉണ്ട് ഒരുപാട്. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.